നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കൊടലൂരിൽ നബാർഡ് ധനസഹായത്തോടെയുള്ള കനാൽ നവീകരണം ആരംഭിച്ചു. 3 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. കൃഷിക്ക് ജലസേചനം സുഗമമായി എത്തിക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി നഗരസഭയിൽ ഉൾപ്പെടുന്ന കൊടലൂരിലാണ് കനാൽ പുനരുദ്ധാരണം പുരോഗമിക്കുന്നത്. കാർഷിക മേഖലയിൽ ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനായി നബോർഡിന്റെ 3.77 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കനാൽ നവീകരിക്കുന്നത്. കനാൽ നവീകരണം പൂർത്തിയായാൽ പ്രദേശത്തെ നിരവധി ഹെക്ടർ നെൽകൃഷിക്ക് വലിയ ഗുണം ചെയ്യും. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി, കപ്പ എന്നീ കൃഷികളും ഇവിടെയുണ്ട്. പ്രദേശത്തെ ജലസമൃദ്ധിയായ പെരിക്കോട്ടുകുളത്തെയും ജലസേചനത്തിനായി ആശ്രയിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും മഴക്കാലത്തിനു മുൻപ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇക്കൊല്ലത്തെ കൃഷി ഇറക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. നമ്മളെ തോടിൻ്റെ പണി പകുതി ഭാഗം കഴിഞ്ഞിരിക്കണം. ബാക്കി പകുതിയിലധികം ഭാഗം ഇനിയും ചെയ്യാനാണ്. ഈ മഴയുടെ മുമ്പേ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൃഷി ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ പൂട്ടുകൂടി ചെയ്യാതാണ് പാടൊക്കെ അവിടെ ഒഴിച്ചിട്ടിട്ടാണ് അവർക്ക് വണ്ടി പോകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് മാറ്റാനാന്ന് പറഞ്ഞിട്ട് നിർത്തിവെച്ചതാണ് മറ്റേ തോട്, ആ പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് കൃഷിക്കാരെ സഹായിക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ ചെയ്തതുകൊണ്ട് കാര്യം വേണമെങ്കിൽ ഇപ്പോൾ വെള്ളം വന്നാൽ നേരമൊക്കെ പാടത്തേക്കാണ് വരിക. ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പണിയണം, അങ്ങനെ ഈ വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ. മൊത്തം ഒരു 30 ഏക്കർ സ്ഥലം ഉണ്ട്. ആ പച്ചക്കറിയും കൃഷി നെല്ലും ചെയ്യണം, 2 വളയും പണിയുന്ന ഭാഗം. നഗരസഭയിലെ 4, 5, 9 വാർഡുകളിൽ ഉൾപ്പെട്ടതാണ് കൊടലൂർ പാടശേഖരം. കാർഷിക മേഖലയെ ആശ്രയിച്ച് നിരവധി പേരാണ് പ്രദേശത്തുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇടതടവില്ലാതെ നെല്ലും പച്ചക്കറിയുമൊക്കെ കൃഷി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 1-2 വിളയും പുഞ്ചയും പച്ചക്കറിയും സുലഭമായി നടത്താൻ കഴിയുമെന്നത് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷ. ഇത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് ഒരു കാലാകാലം നമുക്കിവിടെ വെള്ളം ഇല്ലാണ്ട് നമ്മളിവിടെ കഷ്ടപ്പെടുന്ന സമയമാണ് വേനൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഈ ഭാഗം ഇപ്പോൾ ഈ ഏരിയ ഭാഗത്തേക്ക് നമുക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ല ഉപകാരം തന്നെ ആവും. അപ്പോൾ ഈ കിണറുകളൊക്കെ വറ്റിക്കിടക്കാണ്. ഇത് വെള്ളം ഓവർഫ്ലോ പോകാനും വേണ്ട നമുക്ക് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം. കർഷകർക്ക് നല്ല കൃഷി നമുക്ക് വേനലിൽ വ്യാപിപ്പിക്കാം. കൊടലൂര് വേനലിലും വർഷത്തിലും ഒരുപോലെ കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ്. 30-35 കർഷകന്മാരുണ്ട്. ഇപ്പോൾ അതിനെ ആശ്രയിച്ചാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും ഉള്ളത്. ചാലിശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം കണ്ട് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കൂറ്റനാട് ചാലിപ്പുറത്ത് വെച്ചാണ് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ചത്. രാത്രി 10:30യോടെയായിരുന്നു അപകടം. മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് റോഡരികിലെ വീട്ടിലേക്ക് തിരിഞ്ഞു കയറുന്നതിനിടയിൽ പുറകെ വന്ന ബൈക്കുമായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ ഓടിക്കൂടിയ നാട്ടുകാർ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിപ്പുറം ഞാങ്ങാട്ടിരി സ്വദേശികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പെരിങ്ങോട് കൂറ്റനാട് പാത നവീകരണത്തിന് ഒച്ചിഴയും വേഗം. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ നാട്ടുകാർ. 3.5 കിലോമീറ്റർ നീളവുമുള്ള BNBC മാതൃകയിൽ പ്രവൃത്തി നടന്നുവരുന്ന പെരിങ്ങോട് കൂറ്റനാട് പാതയിൽ വലിയ തോടുൾപ്പെടെ 7 ഓവുപാലങ്ങളും ഒരു വലിയ പാലവുമാണുള്ളത്. നവീകരണ പ്രവൃത്തികൾ 10 മാസത്തിലധികമായി തുടങ്ങിയെങ്കിലും 5 ഓവുപാലങ്ങളുടെ നിർമ്മാണം മാത്രമാണ് ഭാഗികമായി പൂർത്തിയായിട്ടുള്ളത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച പഞ്ചായത്ത് പാതയാണ് കൂറ്റനാട് പെരിങ്ങോട് റോഡ്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി BNBC മാതൃകയിലാണ് റോഡിൽ നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയത്. 2022-23 വർഷത്തിൽ അനുവദിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ 4.5 കോടി രൂപയാണ് 3.5 കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയ്ക്കായി അനുവദിച്ചു കിട്ടിയത്. മുൻവർഷം ജൂലൈ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത പ്രവൃത്തി 10 മാസത്തിന് ശേഷവും പാലം പണികൾ പോലും പൂർത്തീകരിക്കാനായിട്ടില്ല. സ്കൂൾ തുറക്കുമ്പോഴേക്കും ശരിയാക്കുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ലെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒച്ചിന്റെ വേഗതയിലാണ് പ്രവൃത്തികൾ നടക്കുന്നതെന്ന് പെരിങ്ങോട് സെന്ററിലെ വാഹനോടമകളും നാട്ടുകാരും പറയുന്നു. ആദ്യഘട്ടത്തിൽ ജല അതോറിറ്റിക്കാർ കുത്തിപ്പൊളിച്ചതോടെ പൊടി തിന്നാൻ തുടങ്ങിയതാണെന്നും നാട്ടുകാർ പറയുന്നു. തുടങ്ങിവെച്ച പാലം പണികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ദിവസവും കൂറ്റനാട്ടേക്ക് പോകുന്ന ഓട്ടോ തൊഴിലാളികളും പെരിങ്ങോട്ടെ വാഹനോടമകളും 3.5 കിലോമീറ്റർ ദൂരയാത്രയിൽ നിത്യവും നരകയാതന അനുഭവിക്കുകയാണ്. റോഡ് പണി നീണ്ടുപോകുന്ന പക്ഷം നിലവിലുള്ള കുണ്ടുകളും കിടങ്ങു പോലത്തെ കുഴികളും അടയ്ക്കാൻ അധികൃതർ തയ്യാറാവണമെന്നുമാണ് നാട്ടുകാരുടെ അടിയന്തരാവശ്യം. CCTV ന്യൂസ്, തൃത്താല. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പട്ടാമ്പി മരുതൂർ സ്വദേശി മുഹമ്മദ് നിഷാലാണ് മരിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്.
കുലുക്കലൂർ ചുണ്ടമ്പറ്റയിലെ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങവെ പുഴയിലകപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. പട്ടാമ്പി മരുതൂർ പൂഴിക്കുന്നത്ത് അബ്ദുൽ നാസറിന്റെ മകൻ മുഹമ്മദ് നിഷാലാണ് മരിച്ചത്. ചുണ്ടമ്പറ്റയിലെ അമ്മ വീട്ടിലേക്ക് കല്യാണത്തിനെത്തിയതായിരുന്നു മുഹമ്മദ് നിഷാൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചുണ്ടമ്പറ്റ പൊന്നീരി ഭാഗത്തെ പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ മുഹമ്മദ് നിഷാൽ തുനിഞ്ഞതോടെ ഒഴുക്കിലകപ്പെടുകയായിരുന്നുവെന്നാണ് പറയുന്നത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് പുഴയിൽ നിന്നും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു മരണം. സഫിയയാണ് മാതാവ്. ബാദുഷ, ഷഹല എന്നിവർ സഹോദരങ്ങളാണ്. എടപ്പാൾ നടുവട്ടത്ത് കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. അയിലക്കാട് വീട്ടിലെ വളപ്പിൽ 55 വയസ്സുള്ള അഹമ്മദാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:15 അപകടം. അയിലക്കാടുള്ള വീട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനായി നടുവട്ടത്തേക്ക് പോകുന്നതിനിടെ സ്കൂട്ടിയിലെ പെട്രോൾ കഴിഞ്ഞതിനെ തുടർന്ന് പെട്രോൾ വാങ്ങാനായി നടന്നു പോകുമ്പോഴാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ചേർന്ന് എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നാടിന് ആവേശമായി മാറുന്നു. പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ഫുട്ബോൾ ആസ്വാദനത്തിന് സ്ത്രീകളും കൂട്ടമായി എത്തുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഉഷ FC തൃശൂരും FC കൊണ്ടോട്ടിയും തമ്മിൽ ഏറ്റുമുട്ടി. 1-1 സമനില പാലിച്ച മത്സരം എക്സ്ട്രാ സമയത്തും സമനിലയായി. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ FC കൊണ്ടോട്ടി വിജയിച്ചു. ഇരു ടീമുകൾക്ക് കായികപ്രേമികൾ മികച്ച പിന്തുണയാണ് നൽകിയത്. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയ ഫിഫ മഞ്ചേരിയും ഉദയ പറമ്പിൽപീടികയും ഏറ്റുമുട്ടും. മെയ് 3 വെള്ളിയാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളം ഉയരും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്നു ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ടൂർണമെന്റിന് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്. കേരള സംസ്കൃതം അധ്യാപക ഫെഡറേഷന്റെ സംസ്ഥാന നേതൃ ക്യാമ്പിന് പട്ടാമ്പിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടക്കും. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിലാണ് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ 2 ദിവസത്തെ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. റിട്ടയർഡ് സീനിയർ ലെക്ചർ വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആവുന്നത്ര സംസ്കൃത പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ ഒരു 10 കൊല്ലം നിൽക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഡയറ്റിൽ കിട്ടി. മലയാളം PG എടുത്തതിൻ്റെ പേരിൽ മലയാള അധ്യാപകനായിട്ട് ഇറക്കി. അങ്ങനെ TTC പിള്ളേരെ മലയാളം പഠിപ്പിച്ചു. ആ സമയത്താണ് സംസ്കൃത പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ആരുമില്ല, 4 പേരൊക്കെ കേരളത്തിലുള്ളൂ ഡയറ്റിൽ. അങ്ങനെ അതിലൊരാളായിട്ട് ചെന്നുപോയി. അങ്ങനെ അനുഭവമാണല്ലോ, അവസരമാണല്ലോ ഒരാളെ ഇങ്ങനെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അവസരം ഉണ്ടാക്കി. കേരളത്തിലുടനീളം ട്രെയിനിങ്ങുകളും അവർക്കുള്ള OSRGയും SRGയും DRGയും ഒക്കെ നടത്താനുള്ള അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് വലിയൊരു സുഹൃത്ത് സമ്പത്ത് കേരളത്തിലുണ്ടായി. അപ്പം അത് സംസ്കൃതത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്. മറ്റൊന്നിൻ്റെ പേരിലാണ്, സംസ്കൃത ഭാഷയുടെ പേരിൽ എനിക്ക് കേരളം ഒട്ടാകെ കുറേ അധ്യാപക സുഹൃത്തുക്കളുണ്ട്. ആ ഒരു ധന്യതയിലാണ്
ഞാൻ ഇന്നും ജീവിക്കും. സംസ്കൃതത്തിന് വേണ്ടിയിട്ട് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കും. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സനൽ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പി പത്മനാഭൻ, ജയരാജ് കൊട്ടാരം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് സംസ്ഥാന സെക്രട്ടറി റിജേഷ് നേതൃത്വം നൽകി. സുരേഷ് കുമാർ രാമനാട്ടുകര ക്ലാസ് എടുത്തു. സംഘടന എന്ന വിഷയത്തിൽ കെ.പി. ബാബുരാജൻ, കൃഷ്ണപ്രിയ എന്നിവർ ക്ലാസ് എടുത്തു. ചൊവ്വാഴ്ചയും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഡോക്ടർ പി.വി. രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് മല EMS നഗറിൽ കൊച്ചനാംകുന്നത്ത് വളപ്പിൽ സദാനന്ദനാണ് മരിച്ചത്. 59 വയസ്സാണ്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ മല റോഡ് സ്വദേശി പാലക്കൽ ജനാർദ്ദനന്റെ പറമ്പിലെ മാവു മരത്തിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തെ പാടത്ത് കാലിമേക്കാൻ വന്ന സ്ത്രീകളാണ് മൃതദേഹം കാണുന്നത്. ഗൾഫിൽ മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന സദാനന്ദൻ 1 മാസം മുമ്പാണ് ലീവിന് നാട്ടിലെത്തിയത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൂറ്റനാട് സ്വദേശികളായ ദമ്പതികളുടെ 8 മാസം പ്രായമായ കുഞ്ഞ് ഖത്തറിലെ സിദ്ര ആശുപത്രിയിൽ മരിച്ചു. അൽ സുൽത്താൻ മെഡിക്കൽ സെന്ററിൽ അക്കൗണ്ടന്റായ ഒറ്റയിൽ മുഹമ്മദ് ഷെരീഫ്, ജസീല ദമ്പതികളുടെ 4 മക്കളിൽ ഇളയ മകൻ ഹസനാണ് മരിച്ചത്. അണുബാധയെ തുടർന്ന് 2 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ മരണം സംഭവിക്കുകയായിരുന്നു. ഫാത്തിമ, സുഹൈമ, ഫഹീമ, നുസൈബ, സ്വാബിഹ് എന്നിവർ സഹോദരങ്ങളാണ്. അബൂഹമൂർ ഖബറിസ്ഥാനിൽ ഖബറടക്കി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.